ജാർഖണ്ഡിൽ നാടകീയ നീക്കങ്ങൾ തുടരുന്നു. ഓപ്പറേഷൻ താമര നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. എം.എൽ.എമാരെ ജാർഖണ്ഡ് മുക്തി മോർച്ച ഹൈദരാബാദിലേക്ക് മാറ്റി. അധികാരമേറ്റ ചെമ്പൈ സോറന് 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കേണ്ട സാഹചര്യമാണ്. ജിൽബി തോമസൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതോടെ ന്യൂസ് അറ്റ് 9 PM പൂർണ്ണമാകുകയാണ്. സ്പീഡ് ന്യൂസുമായി ആവണി ചന്ദ്ര എത്തും. ജാർഖണ്ഡിൽ രാഷ്ട്രീയ നീക്കങ്ങൾ തുടരുകയാണ്. ബി.ജെ.പി. ഓപ്പറേഷൻ താമര ഭീഷണി ശക്തമാക്കിയിട്ടുമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഭൂമി കുംഭകോണ കേസിൽ ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് ചമ്പൈ സോറനെ JMM ഏകപക്ഷീയമായിട്ട് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. എന്നാൽ ചമ്പൈ സോറന്റെ സത്യപ്രതിജ്ഞ വൈകിപ്പിച്ച ഗവർണറുടെ നടപടി വലിയ സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിരുന്നു. അതായത് ഇത്തരത്തിൽ ഈ സത്യപ്രതിജ്ഞ വൈകിപ്പിക്കുന്നത് ബി.ജെ.പിയെ സഹായിക്കാനുള്ള ഗവർണറുടെ നീക്കമാണെന്നുള്ള ആക്ഷേപമായിരുന്നു ഉയർന്നത്. എന്തായാലും ഇതിനൊക്കെ പിന്നാലെയാണ് ചമ്പൈ സോറനെ സത്യപ്രതിജ്ഞയ്ക്കായിട്ട് ഗവർണർ സമയം നൽകുകയും ഇന്ന് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയെ ചമ്പൈ സോറൻ അധികാരമേൽക്കുകയും ചെയ്തു. അത് ചമ്പൈ സോറനോടൊപ്പം തന്നെ ഇന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ആലംഗീർ ആലമും ഒപ്പം RJD നിയമസഭാ അംഗം സത്യേന്ദ്ര ഭോക്തിയും മന്ത്രിമാരായി അധികാരമേറ്റു. ഇനി JMMനും ചമ്പൈ സോറന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കുക അല്ലെങ്കിൽ വിശ്വാസം തെളിയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ കേവല ഭൂരിപക്ഷം 41 MLA-മാരുടെ പിന്തുണ എന്നുള്ളതാണ്. എന്നാൽ 43 MLA-മാരുടെ പിന്തുണ ഉണ്ടെന്നാണ് ചമ്പൈ സോറൻ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. അതിനിടെയാണ് ഭരണകക്ഷി MLA-മാരെ ചാക്കിട്ടു പിടിക്കാനുള്ള അല്ലെങ്കിൽ ഓപ്പറേഷൻ താമര ഭീഷണി ബി.ജെ.പി. ശക്തമാക്കിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഭരണകക്ഷി MLA-മാരെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് JMM മാറ്റിയിട്ടുണ്ട്. 39 MLA-മാരെ ഹൈദരാബാദിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടുത്തെ ലിയോണിയ റിസോർട്ടിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം തന്നെ ഹേമന്ത് സോറനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതായത് അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു ഹർജിയിൽ ഇടപെട്ടാൽ ഇനി പല ഹർജികളിൽ ഇടപെടേണ്ടി വരുമെന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ജുഡീഷ്യൽ കസ്റ്റഡി ഇന്ന് ഹേമന്ത് സോറന്റെ അവസാനിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ഹേമന്ത് സോറനെ 5 ദിവസത്തെ ED കസ്റ്റഡിയിൽ വിട്ടിട്ടുമുണ്ട്. എന്തായാലും ജാർഖണ്ഡിലെ രാഷ്ട്രീയ നീക്കങ്ങൾ തുടരുകയാണ്. ഭരണകക്ഷി MLA-മാരെ ചാക്കിട്ടു പിടിക്കാനുള്ള ബി.ജെ.പിയുടെ ഓപ്പറേഷൻ താമര അവിടെ ശക്തമാക്കിയിട്ടുമുണ്ട്.